യേശുവിൽ സ്നേഹമുള്ളവരെ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. 3 യുവാക്കന്മാർ, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ, 3 യുവാക്കന്മാർ, അവർ കർത്താവിനോട് വല്ലാത്ത സ്നേഹമുള്ളവരായിരുന്നു. അങ്ങനെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നബുക്കദ്നേസർ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രതിമയെ താണ് വീണ് ആരാധിക്കണം, അതാണ് കൽപ്പന. നമ്മുടെ ഈ 3 യുവാക്കന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, പറ്റുകയില്ല, നടക്കുന്ന കാര്യമല്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയല്ല. ധീരമായിട്ട് പറയാൻ. ഇത് പറയാനുള്ള കാരണം, രാജാവ് പറഞ്ഞു, ആരൊക്കെ ഈ പ്രതിമയെ ആരാധിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുവോ ഉടനെ അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയും. ഇതൊരു കൽപ്പനയാണ്, രാജാവിൻ്റെ കൽപ്പനയാണ്. രാജാവ് കൽപ്പന നൽകിയാൽ അവിടെ പിന്നെ മാറ്റമില്ല, അത് പിന്നെ ആർക്കും മാറ്റി എഴുതാൻ പറ്റുകയില്ല. ഈ 3 യുവാക്കന്മാർ പറഞ്ഞു, നീ എന്നാ ചെയ്താലും, ഞങ്ങളെ കൊന്നുകളഞ്ഞാലും ഞങ്ങൾക്കത് വിഷയമല്ല. ഇനിയല്ല, നീ ഞങ്ങളെ എരിയുന്ന തീച്ചൂളിലേക്ക് എറിഞ്ഞാലും ഞങ്ങളുടെ ദൈവം അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഇനി രക്ഷിച്ചില്ലെങ്കിൽ പോലും, എന്താണേലും, മരിച്ചാൽ പോലും ഈ പ്രതിമയെ ആരാധിക്കുന്ന പണി ഞങ്ങളില്ല, ഞങ്ങൾ ചെയ്യല, സമ്മതിക്കല. ധീരമായിട്ട് നിൽക്കുകയാണ്. രാജാവിന് അരിശം വന്നു. രാജാവ് എന്നെ ചെയ്തു, ഇവരെ 3 പേരെയും ബന്ധിച്ച് ഇതാ എരിയുന്ന തീച്ചൂളയിലേക്ക് അങ്ങ് വലിച്ചെറിയാൻ. ധൈര്യമായിട്ട് പോയി 3 പേരും, എറിയണമെങ്കിൽ എറിയട്ടെ. അങ്ങനെ തന്നെ ഇവർ 3 പേരും ആ തീച്ചൂളയിലേക്ക് അങ്ങ് വീഴാൻ നമ്മൾ വചനത്തിൽ നമ്മൾ കാണുന്നു. 26-ാമത്തെ വചനം, 3-ാമത്തെ അധ്യായത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം ഇങ്ങനെയാണ് വായിക്കുക. അസറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിൻ്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ടോ? ഇതാ ദാനിയേലിൻ്റെ പുസ്തകത്തിലാണ് കാണുക. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി ചൂളയുടെ മധ്യഭാഗം ജലകണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി. എന്ത് വലിയൊരു അത്ഭുതം നോക്കിക്കേ! എരിയുന്ന തീച്ചൂളയിൽ കാറ്റ് വീശുന്ന അനുഭവം, തണുപ്പുള്ളൊരു അനുഭവം, അങ്ങനെയൊക്കെ സംഭവിക്കൂ? ഇത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്തൊരു അത്ഭുതം അവിടെ അങ്ങ് പ്രവർത്തിക്കുകയാണ്. ഈ സഹോദരങ്ങൾ, അവർ 3 പേരും സുരക്ഷിതരാവുകയാണ്. അവർ 3 പേർക്കും അവർക്ക് ഒരു ചെറിയൊരു പൊള്ളൽ പോലും ഏൽക്കാതെ അവർ രക്ഷപ്പെടുക. രാജാവ് വന്നിട്ട് 3 പേരുടെയും പണി തീർന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി വന്ന പാണ്ഡെ 3 പേരുടെ കൂടെ ഒരാളും കൂടെ ദൈവദൂതൻ 4 പേരും നടക്കുന്ന കാണുകയാണ്. ഈ സഹോദരന്മാരുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ ദൈവത്തിന് വേണ്ടി എടുത്ത നിലപാട്, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോഴും അവർ ദൈവത്തിന് വേണ്ടി എടുത്ത നിലപാട് അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി. പ്രത്യേകിച്ച് രാജാവിൻ്റെ മാനസാന്തരത്തിന് കാരണമായി. ഒന്ന് ഓർത്തു നോക്കിയേ, ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അതും പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ നീ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പലതും പലരുടെയും രക്ഷയ്ക്ക് കാരണമായിട്ടുണ്ട്, പലരുടെയും മാനസാന്തരത്തിന് കാരണമായിട്ടുണ്ട്, പലരുടെയും സൗഖ്യത്തിന് കാരണമായിട്ടുണ്ട്. ഓർത്തു നോക്കിയേ, എത്ര സംഭവങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നല്ല ദൈവം നമുക്ക് ഓർക്കാൻ, എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ വച്ചു നീട്ടിയിട്ടുള്ള ഒരു വലിയ സംഭവമായത്. ആര് പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തെ ഓർക്കുന്നുവോ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നുവോ, അവരുടെ ഒപ്പം പ്രവർത്തിക്കാൻ നല്ല കർത്താവ് ശക്തമായ രീതിയിൽ തന്നെ, തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ശക്തമായ രീതിയിൽ തന്നെ ഇറങ്ങി വരുന്ന അനേകം അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ഇടയിൽ ധാരാളമുണ്ട്. ഈ കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. സിസ്റ്ററെ, 3 മക്കളുടെ അമ്മയാണ് ഞാൻ. 3-ാമത്തെ കൊച്ചിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് പെട്ടെന്ന് മരിക്കുകയാണ്. ഒരു ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് മരിക്കുകയാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ ഈ 3 കുഞ്ഞുങ്ങളെ വളർത്തും? വല്ലാത്ത ഭയം തോന്നി, ഉത്കണ്ഠ തോന്നി, അസ്വസ്ഥത തോന്നി, മനസ്സ് ഭാരപ്പെട്ടു, ഒത്തിരി വേദനിച്ചു, ഒത്തിരി കരഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരിയുടെ ആങ്ങളയുടെ ഭാര്യയും ഈ സഹോദരിയെയും മക്കളെയും മുഴുവൻ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. അവർക്ക് മക്കളൊക്കെ ഉണ്ട്, ആങ്ങളയ്ക്കും ഭാര്യയ്ക്കും മക്കളൊക്കെ ഉണ്ട്. എങ്കിലും ഇവരെ 4 പേരെ, ഈ 3 കുഞ്ഞുങ്ങളെയും ഈ സഹോദരിയെയും സ്വന്തം പോലെ കാണാൻ അവരിതാ തയ്യാറാവുകയാണ്. ഈ സഹോദരി എന്നോട് പറയാൻ, എൻ്റെ സിസ്റ്ററെ, എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള കരുതലും സ്നേഹവും അതിൻ്റെ ഇരട്ടി സന്തോഷവും സ്നേഹമാണ് എൻ്റെ ആങ്ങളയുടെ ഭാര്യയും എനിക്ക് വേണ്ടി തരിക. ഒരു ചെറിയ ജോലി പോലും എന്നെ കൊണ്ട് ചെയ്യിക്കത്തില്ല. എൻ്റെ 3 മക്കളുടെയും ആവശ്യം മുഴുവനും ചെയ്യുന്നത്
ഈ ആങ്ങളയുടെ ഭാര്യയാണ്. മുഴുവൻ കാര്യങ്ങൾക്കും എനിക്ക് സപ്പോർട്ടാണ്. എനിക്ക് എവിടെ വേണമെങ്കിലും ജോലിക്ക് പോകാം, എനിക്ക് എന്തും ചെയ്യാം. എവിടെ ധ്യാനിക്കാൻ പോകണമെങ്കിലും, എവിടെ പ്രാർത്ഥിക്കാൻ പോകണമെങ്കിലും, എത്ര മണിക്കൂർ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിലും എൻ്റെ ഈ കുടുംബാംഗങ്ങൾ വലിയ സപ്പോർട്ടാണ്. എനിക്ക് വലിയൊരു സമ്മാനമാണ് എൻ്റെ ആങ്ങളെയും ഭാര്യയും. ഒരിക്കൽ പോലും എന്നാ വികൃതി കാണിച്ചാലും, എത്ര സമയം മടിയും പിടിച്ച് ചുമ്മാ ഇരുന്നാലും, ഒരു ജോലിക്കും സഹായിക്കാൻ പോയില്ലെങ്കിലും, എത്ര സമയം ഉറങ്ങിക്കളഞ്ഞാലും, ഒരു പണിക്കും ഞാൻ കൂടെ നിന്നില്ലെങ്കിലും ഈ സഹോദരി ഒരു വാക്കും പറയല. കുറച്ച് കഴിയുമ്പം ഈ സഹോദരി എന്നോട് പറയും, എനിക്ക് തന്നെ കുറ്റബോധം തോന്നും. ചെന്നിട്ട് പറയും, സോറി കേട്ടോ, ഞാൻ ഇനി അടുത്ത പ്രാവശ്യം പണിയൊക്കെ സഹായിച്ചേക്കാം. ഉടനെ ആ സഹോദരി പറയും പോലും, സാരമില്ലെന്നേ, അതൊക്കെ ശരിയാവും, സാരമില്ല, നിൻ്റെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവട്ടെ, സാരമില്ല. സ്വന്തം പോലെ കാണുന്ന കുടുംബാംഗങ്ങൾ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, മറ്റൊരു കുടുംബത്തെ കൂടെ ഏറ്റുവാങ്ങാനും അവരുടെ ദൗത്യങ്ങളിൽ അവരെ സഹായിക്കാനും അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കാനും അവരുടെ വേദനകളിൽ ആശ്വാസം പകരാനും നിനക്ക് കഴിയുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്. നീ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. നീ ദൈവത്തിൻ്റെ സ്വന്തം മകളാണ്. മറക്കണ്ട, ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ഈ അധ്വാനം, നിൻ്റെ ഈ പ്രവർത്തനം, നിൻ്റെ ഈ സഹായം, നിൻ്റെ ഈ പരിശ്രമം അത് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നല്ല ദൈവം ഓരോ സമയവും നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഒറ്റ കാര്യം മനസ്സിലോർത്തോണം, ഏത് പ്രതികൂല സാഹചര്യവും, ഏത് പ്രതിസന്ധിയും അതൊരു നഷ്ടമല്ല, അതൊരു വേദനയല്ല, മറിച്ച് അതൊരവസരമാണ്. എന്തിന്? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ. അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ ഒരു വലിയ അവസരമായിട്ട് തന്നെ നമുക്ക് കാണാം. മനസ്സ് പതറിപ്പോവുകയല്ല. പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു പ്രശ്നം വന്നാൽ ഉടനെ മനസ്സ് പതറിപ്പോകല്, പകരം ദൈവത്തിൻ്റെ മഹത്വം കാണാൻ നമുക്ക് അത് കാരണമായി നമുക്ക് മാറ്റിയെടുക്കുകയും വേണം. കാനായിലെ വിവാഹ വിരുന്ന് ഓർക്കുന്നില്ലേ? അവരെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തി, എല്ലാവരെയും വിളിച്ചു, വിരുന്നൊക്കെ തയ്യാറായി, എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇതാ ഭക്ഷണമൊക്കെ വിളമ്പാൻ തുടങ്ങി. അന്നേരമാണ് അറിയണത് വീഞ്ഞ് തികയല്ല. ആ വീട്ടുടമസ്ഥൻ്റെ മാനസിക അവസ്ഥ ഒന്ന് ഓർത്തു നോക്ക്. എത്ര ടെൻഷൻ പിടിച്ചിട്ടുണ്ടാവും. വലിയ നാണക്കേടാണ്. എങ്ങാനും വീഞ്ഞ് തികയാതൊക്കെ വന്നാൽ എത്ര മാനസികമായിട്ടുള്ള ടെൻഷൻ തോന്നിയിട്ടുണ്ടാവും. നമ്മുടെ ആ കുടുംബനാഥൻ്റെ മാനസിക അവസ്ഥ കർത്താവ് മനസ്സിലാക്കിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഇടപെടുന്നു. ഇതാ കർത്താവ് ഉടനെ പറയാൻ, ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ. പൊട്ടത്തരം, വീഞ്ഞില്ലാത്തതിന് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത് എന്തിനാണ്? അങ്ങനെയൊക്കെ തോന്നിപ്പോവും. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പരിചാരകർ അതങ്ങ് വിശ്വസിക്കുകയാണ്. വെള്ളം നിറയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അവരതിൻ്റെ വക്കോളം നിറച്ചു എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി കൂടെ ഒഴിച്ചാൽ അത് പുറത്തേക്ക് ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. വക്കോളം, കംപ്ലീറ്റ്. അവരെ കൊണ്ട് ചെയ്യാവുന്നവരുടെ മാക്സിമം പരിശ്രമം അവർ ചെയ്യാൻ, മാക്സിമം. വീഞ്ഞായി മാറുന്നു അവർക്കൊരു ബോധ്യമില്ല. കാരണം അതുവരെ ഉണ്ടായിട്ടില്ല. വെള്ളം വീഞ്ഞായിട്ട് ഇതുവരെ അവർ കണ്ടിട്ടില്ല. ഈശോ ആരാന്ന് പോലും അവർക്ക് അറിയത്തില്ല. കാരണം ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഏറ്റവും ആദ്യത്തെ അത്ഭുതമാണ്. അതുവരെയും ജനത്തിന് അറിയത്തില്ല ഈ ഈശോയ്ക്ക് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ വെള്ളം നിറയ്ക്കാനൊക്കെ പറയുമ്പോൾ അവരങ്ങ് എളിമയോടെ വിശ്വസിക്കുന്നു, അതനുസരിക്കുന്നു, സഹകരിക്കുന്നു. പൂർണ്ണമായ സഹകരണം, 100% പരിശ്രമം, 100% സഹകരണം ഇതാ കർത്താവിൻ്റെ മുൻപിൽ കാഴ്ചവെക്കാൻ. വക്കോളം നിറച്ച ഭരണികളിലെ വെള്ളം കർത്താവിത അത്ഭുതകരമായി വീഞ്ഞാക്കി മാറ്റുകയാണ്. സത്യത്തിൽ ആ ഒരു പ്രതിസന്ധി, വീഞ്ഞ് തികഞ്ഞില്ല എന്നുള്ള പ്രതിസന്ധി കുടുംബനാഥൻ്റെ മാത്രം പ്രശ്നമായിരുന്നു. സത്യമല്ലേ? കുടുംബനാഥൻ്റെ മാത്രം പ്രശ്നം. വിളമ്പുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം, അയാൾ ശരിയാക്കിയില്ല, അയാൾ നോക്കിയില്ല, അയാൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അയാൾ കണക്ക് കൂട്ടേണ്ടതായിരുന്നു, അയാൾ നേരത്തെ അതൊക്കെ ഒരുക്കി വെക്കേണ്ടതായിരുന്നു, അയാളുടെ കൈപ്പിഴവാണ്, അയാൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തും. സത്യത്തിൽ ആ വീഞ്ഞില്ല എന്നൊക്കെ പറയണ അവസ്ഥയിൽ വീട്ടുടമസ്ഥൻ്റെ മനസ്സിൽ, കർത്താവേ ഇനി എന്നൊക്കെയാ കേൾക്കാൻ പോണാവോ, എല്ലാവരും കൂടെ എന്നെ വിമർശിക്കും, കുറ്റപ്പെടുത്തും, മനസ്സിൻ്റെ ബലം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തു വന്നാലും സാരമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അതൊരു പ്രതിസന്ധി അത് ആ വീട്ടുടമസ്ഥന് മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. അയാൾ ശ്രദ്ധിച്ചില്ലെന്നേ പറയത്തുള്ളൂ. പക്ഷേ ആ ഒരു പ്രതിസന്ധി ദൈവത്തിൻ്റെ മഹത്വം പ്രദർശിപ്പിക്കാൻ വലിയൊരു കാരണമായി. അനേകർ അവിടെ വന്നവർക്കൊക്കെ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കാൻ വലിയൊരു അവസരമായിട്ട് ആ പ്രതിസന്ധി മാറുകയാണ്. സത്യമല്ലേ? ഒരു വീട്ടിലെ കടബാധ്യത അത് ആ വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, അനേകം കടബാധ്യതയാൽ ഞെരുങ്ങുന്ന അനേകം കുടുംബങ്ങൾ രക്ഷയിലേക്ക് വരാൻ ഒരു കുടുംബത്തിൻ്റെ കടബാധ്യതയെ കർത്താവ് തിരഞ്ഞെടുക്കും. എൻ്റെ രോഗം എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ സഹനം എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അത് അനേകരുടെ സഹനത്തിന്, അത് അനേകരുടെ രോഗശാന്തിക്ക്, അനേകർ ദൈവത്തെ കണ്ടുമുട്ടാൻ, അനേകർ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരാൻ അത് കാരണമായി തീരുകയാണ്. എൻ്റെ വീട്ടിലെ മക്കളുടെ വേദനിപ്പിക്കുന്നൊരു അനുഭവം, അവരുടെ ദുശീലങ്ങൾ, അവരിൽ നിന്നുണ്ടാകുന്ന സഹനങ്ങൾ അത് എനിക്ക് വേണ്ടി മാത്രമല്ല, അത് അനേകർക്ക് വലിയൊരു എന്താ പറയുക, ഒരു വലിയ മാതൃകയായിട്ട് മാറാൻ, അനേകർക്ക് അത് രക്ഷയ്ക്കുള്ള ഒരു സ്രോതസ്സായിട്ട് മാറാൻ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. ഏതൊരു പ്രതിസന്ധിയും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാൻ ഒരവസരമാണ്.
കുരിശിലെ വിശുദ്ധ യോഹന്നാനെ ഓർക്കുന്നില്ലേ? വലിയൊരു വിശുദ്ധനാണ്, എത്രയോ വലിയൊരു വിശുദ്ധൻ. ഈ വിശുദ്ധനെ കുറേ തെറ്റിദ്ധാരണയുടെയൊക്കെ പേരിൽ ചെയ്യാത്ത തെറ്റൊക്കെ ആരോപിച്ചിട്ട് വീട്ടു തടങ്കലിൽ ആക്കിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമില്ല, ആരോടും സംസാരിക്കാൻ അനുവാദമില്ല. ഒരു കൊച്ചു ഇരുണ്ട മുറി, ആ ഇരുണ്ട മുറിയിൽ അടയ്ക്കാൻ ഒരിച്ചിരി സൂര്യൻ്റെ പ്രകാശം കിട്ടും, ഒരു ചെറിയ വെട്ടം, നിൽക്കാനിരിക്കാനൊന്നും വ്യക്തമായിട്ടുള്ള സ്ഥലമില്ല. എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും അവിടെയൊക്കെ തന്നെ കഴിക്കണം. അങ്ങനെയുള്ളൊരു വിഷമിപ്പിക്കുന്ന, മനസ്സിനെ മടുപ്പിക്കുന്ന ഒരു വീട്ടു തടങ്കലിൽ നമ്മുടെ കുരിശിലെ വിശുദ്ധ യോഹന്നാൻ കഴിയുകയാണ്. ആ സമയത്താണ് ആ ആശ്രമത്തിലെ ആശ്രമാധിപൻ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. പുതിയ ഒരു ആശ്രമാധിപൻ വരികയാണ്, സുപ്പീരിയർ പുതിയതായിട്ട് വരികയാണ്. അങ്ങനെ പുതിയതായിട്ട് ആശ്രമാധിപനെയൊക്കെ തിരഞ്ഞെടുത്തപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ശീലമുണ്ട്. ഈ പുതിയ സുപ്പീരിയറിൻ്റെ അടുത്ത് പോയിട്ട് വേണ്ടവർക്കൊക്കെ, ആ ആശ്രമത്തിലുള്ള എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ പറയാം, അതെങ്ങനെയെങ്കിലുമൊക്കെ നടത്തിയെടുക്കാം, കാര്യങ്ങൾ നടത്തിയെടുക്കാം. അപ്പോൾ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ വേണ്ടത് നോക്കിയിരിക്കും, പറയാൻ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. നമ്മുടെ കുരിശിലെ വിശുദ്ധ യോഹന്നാൻ്റെ റോളായി, അവസരമായി, എന്ത് വേണമെങ്കിലും പറയാം. സാധാരണ ഇങ്ങനെ വീട്ടു തടങ്കലിൽ കിടക്കുന്നവരൊക്കെ അവരാദ്യം ആവശ്യപ്പെടുക, ഒരു മോചനം തരാവോ, എന്നെ ഇതിൽ നിന്നൊന്ന് സ്വതന്ത്രനാക്കാവോ, അതാണ് സാധാരണഗതിയിൽ എല്ലാവരും ചോദിക്കുക. പക്ഷേ കുരിശിലെ വിശുദ്ധ യോഹന്നാൻ ചോദിക്കാൻ, സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ എന്താ ചോദിച്ചതെന്നറിയാവോ? ഈ യോഹന്നാൻ ചോദിച്ചത്, ഒരു ചെറിയ പേന തരാവോ, ഒരിച്ചിരി വെള്ളക്കടലാസ് തരാവോ? യോഹന്നാന് അത് കൊടുക്കപ്പെട്ടു. യോഹന്നാൻ തൻ്റെ ദൈവിക ജ്ഞാനത്തിൻ്റെ നിറവിൽ നിന്നുള്ള ചിന്തകളൊക്കെ അക്ഷരങ്ങളാക്കി പകർത്തുകയാണ്. ആ കൊച്ചു ഇരുണ്ട മുറിയിലിരുന്നിട്ട് എഴുതിയ പുസ്തകമാണ് ആത്മാവിലെ ഇരുണ്ട രാത്രി. ലോക പ്രശസ്തമായിട്ടുള്ള അനേകായിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, ലക്ഷക്കണക്കിന് ദൈവജനത്തിന് വലിയൊരു മാതൃകയായിട്ട്, അല്ലെങ്കിൽ വലിയൊരു പ്രചോദനമായി തീർന്ന ആത്മാവിലെ ഇരുണ്ട രാത്രികൾ എന്ന പുസ്തകം എഴുതിയത് ആ ഇരുട്ട് പിടിച്ച മുറിയിൽ വെച്ചിട്ടാണ്. ആ വേദനിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് അത്രയും വലിയൊരു ആത്മീയ ഗ്രന്ഥം പുറത്തിറങ്ങാൻ കാരണമായി തീർന്നത്. വലിയ പ്രതിസന്ധികൾ, വലിയ പ്രതികൂലങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കാൻ കാരണമായി തീരുന്നു. സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് ഓരോ പ്രതിസന്ധിയും മാറുകയാണ്. സുവിശേഷത്തിൻ്റെ പുരോഗതി വർദ്ധിച്ചു വരാൻ, അനേകരുടെ മുമ്പിൽ ഈ സുവിശേഷം എത്തപ്പെടുവാൻ പ്രതിസന്ധികൾ ആവശ്യമാണ്. പ്രതിസന്ധികൾ വർദ്ധിക്കും തോറും കർത്താവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടേയിരിക്കും. എവിടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നുവോ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞുകൊണ്ടേയിരിക്കും. എവിടെ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുന്നുവോ അവിടെ കർത്താവിൻ്റെ മഹത്വം പ്രകടമായിക്കൊണ്ടേയിരിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. പൗലോസ്ലീഹ ഓർക്കുന്നില്ലേ, ജയിലിലൊക്കെ കിടക്കുന്ന കാലഘട്ടം, എത്ര നാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. എത്രയോ തീക്ഷ്ണമായിട്ട് ദൈവജനത്തിന് വേണ്ടിയിട്ട് ഓടി നടന്നിട്ടുള്ള ജീവിതമാണ് പൗലോസ്ലീഹായുടേത്. എത്ര സഹിച്ചിട്ടുണ്ട്. പറഞ്ഞില്ലേ, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, കപ്പൽ അപകടത്തിൽപ്പെട്ടു, മരണവക്രത്തിലകപ്പെട്ടു, പട്ടിണി കിടന്നു, നഗ്നനായി. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും എണ്ണിപ്പാടുകയാണല്ലോ, ഇത് മുഴുവൻ സഹിച്ചത് അങ്ങ് സഹിച്ചാൽ പോരെ, എന്തിനാ എങ്ങനെ എണ്ണിപ്പാടുന്നത്, നമ്മൾ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ പൗലോസ്ലീഹ ഇതൊക്കെ സഹിച്ചിട്ടും നിലകൊള്ളുകയാണ്. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. എന്തും വരട്ടെ എന്നുള്ളൊരു ധൈര്യമാണ് മനസ്സിൽ. എൻ്റെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തണം, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ പൗലോസ്ലീഹായ്ക്ക്. അതുകൊണ്ട് തന്നെ എല്ലാം സഹിക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടന്നിട്ട് തിമോത്തിയോസിന് ഒരു കത്തൊക്കെ എഴുതുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് തന്നെയും സങ്കടം തോന്നിപ്പോവും. ജയിലിലാണ് കിടക്കുന്നത് നമ്മുടെ പൗലോസ്ലീഹ. ജയിലിൽ കിടക്കുമ്പോൾ ഏകാന്തതയും കഷ്ടതയും അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. എത്രയധികം കണ്ണുനീരുണ്ടാവും, കരയാതിരിക്കുമോ ജയിലിലൊക്കെ കിടക്കുമ്പോൾ? അതും ചെയ്യാത്ത തെറ്റിന്, അതും ഈശോയെ പ്രതിയൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ ചിലപ്പോഴെങ്കിലൊക്കെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കരയുന്നതിൻ്റെ ഇടയിലാണ് ഓർത്തത്, നമ്മുടെ തിമോത്തിയോസ് വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ പോലെ, വല്യമ്മയുടെ പോലെ വലിയ വിശ്വാസമൊക്കെ സ്വീകരിച്ച് തിമോത്തിയോസ് ഇങ്ങനെ കത്തിജ്വലിക്കുകയാണ്. പക്ഷെ തിമോത്തിയോസിന് സങ്കടമുണ്ടെന്ന് നമ്മുടെ പൗലോസ്ലീഹായ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 2 തിമോത്തിയോസ് 1:4 വചനത്തിൽ ഇങ്ങനെ എഴുതി വയ്ക്കുക, എൻ്റെ മകനെ, നിന്റെ കണ്ണുനീരിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ നിന്നെ ഒന്ന് കണ്ട് സന്തോഷഭരിതനാക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. സ്ലീഹ പറഞ്ഞത് അങ്ങനെയാണ്. നിന്റെ കണ്ണുനീരിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ, ജയിലിൽ കിടന്നിട്ട് പൗലോസ്ലീഹ കരയാൻ, പൗലോസ്ലീഹ കരയുമ്പോൾ പൗലോസ്ലീഹ അവിടെ കിടന്നിട്ട് അതിൻ്റെ ഇടയിൽ ഓർക്കുകയാണ്, നമ്മുടെ തിമോത്തിയോസ് കരയാണല്ലോ, പാവം, അവനെ ആശ്വസിപ്പിക്കണം, അവനെ മിടുക്കനാക്കണം, അവനെ കുറച്ചുകൂടെ ശക്തിയുള്ളവനാക്കണം. തൻ്റെ വേദന മറന്നിട്ട് അപരന് ശക്തിയായിട്ട് മാറുന്ന പൗലോസ്ലീഹായെ നമ്മൾ കാണുകയാണ്. പൗലോസ്ലീഹായുടെ ഓരോ വാക്കും ഓരോ അധ്യായവും ലേഖനങ്ങളൊക്കെ എത്രയോ പവർഫുള്ളാണ്, എത്രയോ ശക്തിയുള്ളതാണ്. പൗലോസ്ലീഹായുടെ ഓരോ വാക്കും മനസ്സുകളൊക്കെ ചലിപ്പിക്കാൻ കഴിവുള്ളതാണ്. പലപ്പോഴും പലർക്കും അവർ സ്വീകരിച്ചിട്ടുള്ളത് പൗലോസ്ലീഹായുടെ വാക്കുകളേക്കാൾ കൂടുതൽ അവർക്ക് പ്രചോദനമായി തീർന്നത് പൗലോസ്ലീഹായുടെ കാരാഗ്രഹവാസവും കാരാഗ്രഹത്തിൽ കിടന്നുള്ള പൗലോസ്ലീഹായുടെ സമീപനങ്ങളും പൗലോസ്ലീഹ വിശ്വാസത്തിന് വേണ്ടിയിട്ട്
നിലകൊണ്ടതൊക്കെ വലിയ മാതൃകയാണ്. നമുക്കറിയാം പൗലോസ്ലീഹ ഈ ജയിലിൽ കിടക്കുമ്പോൾ, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴൊക്കെയാണ് ഒട്ടനവധി സഭകൾക്ക് ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. കൊറിന്തോസുകാർക്ക്, എഫെസോസുകാർക്ക്, ഫിലിപ്പിയർക്ക്, ഫിലമോനൊക്കെ എഴുതുന്നത് ജയിലിൽ കഴിയുമ്പോഴാണ്, കാരാഗ്രഹത്തിൽ കഴിയുമ്പോഴാണ് പൗലോസ്ലീഹ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ കാത്തു സൂക്ഷിച്ചു വെക്കാൻ പൗലോസ്ലീഹാക്ക് കഴിഞ്ഞത്, കുത്തിക്കുറിച്ച് വെക്കാൻ ഓരോ അനുഭവങ്ങളും, കർത്താവ് കൊടുത്ത വെളിപ്പെടുത്തലുകൾ, കർത്താവിൽ നിന്ന് സ്വന്തമാക്കിയ അനുഭവങ്ങൾ, ജീവിതയാത്രയിൽ അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകൾ, എങ്ങനെയൊക്കെ സുവിശേഷം പ്രസംഗിക്കണമെന്ന്, എങ്ങനെയൊക്കെ സാക്ഷ്യം വഹിച്ച് ജീവിക്കണമെന്ന് വ്യക്തമായിട്ട് മക്കളെ പഠിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എഴുതി പഠിപ്പിച്ചതും എഴുതി വെച്ചതൊക്കെ കാരാഗ്രഹവാസം അനുഭവിക്കുമ്പോഴാണ്. നമ്മുടെ വേദന അത് നമ്മുടെ സ്വന്തമായിട്ട് മാറ്റാനുള്ളതല്ല, അത് നമ്മുടെ സ്വന്തമായിട്ട് മാറ്റാനുള്ളതല്ല. ഓരോ കഷ്ടപ്പാടും, ഓരോ ഞെരുക്കവും, ഓരോ ക്ലേശവും അത് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അത് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും മറന്നേക്കല്ല്. മോശ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. മോശ ജനത്തെ നയിക്കുമ്പോൾ ജനം മുഴുവൻ പരാതി പറയും, നീ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നത്, കൊല്ലാനോ? ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുവാണേ, മുന്നേ നോക്കുമ്പം ചെങ്കടലാണ് മോശ കാണുന്നത്, പുറകിൽ നോക്കുമ്പോൾ ഫറവോയും സൈന്യവും ആണ്ട വരുന്നു, ഇപ്പം കൊല്ലും ഞങ്ങളെല്ലാവരെയും. ഈ ലക്ഷങ്ങൾ വരുന്ന ജനത്തെ മുഴുവൻ ഫറവോ ഇപ്പോൾ കൊന്നെടുക്കും. മുമ്പിലേക്ക് നോക്കുമ്പോൾ ചെങ്കടൽ ഇങ്ങനെ തിരമാലകൾ ഉയർന്നു വരികയാണ്. ഇതിൻ്റെ ഇടയിൽ ദൈവജനം നിന്നിട്ട് പിറുപിറുക്കാണ്, മോശയ്ക്കെതിരെ കയ്യോങ്ങാണ്, ഇടിക്കാനൊക്കെ വരുന്നുണ്ട്. ദേഷ്യവും സങ്കടം വന്നിട്ടാണ്, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ, നീ എന്നെ പണിയെ കാണിക്കണത്? അവർ പിറുപിറുക്കുന്നു, അരിശപ്പെടുന്നു, ദേഷ്യപ്പെടുന്നു. ഇതിൻ്റെ ഇടയിൽ മോശ നിന്നിട്ട് കരയുന്നുണ്ട്, മോശ വേദനിക്കുന്നുണ്ട്, മോശ സങ്കടപ്പെടുന്നുണ്ട്, കർത്താവേന്ന് വിളിക്കുന്നുണ്ട്. മോശ കരയാൻ. മോശ കരയണ കണ്ടപ്പോൾ കർത്താവിന് സങ്കടം. കർത്താവ് ഉടനെ ചോദിച്ചു, എന്തിനാ മോശ നീ കരയണത്? നീ എന്തിനാ മോശെ കരയണത്? നിന്റെ കയ്യിൽ വടിയില്ലേ? ആ വടിയെടുത്തങ്ങ് നീട്ട്. എവിടേക്ക്? കടലിൻ്റെ നേരെ നീട്ട്. മോശ ഇതാ കൈ നീട്ടുകയാണ്. കൈ നീട്ടുമ്പോൾ ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെടുന്നു. മോശ അതിനു മുമ്പ് ജനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ശാന്തരായിട്ടിരിക്കുക, നിങ്ങൾ ശാന്തരായിട്ടിരിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാട് 14:14. നിങ്ങൾ ശാന്തരായിരിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ഒച്ച വെക്കല്ല്, നിങ്ങൾ പിറുപിറുക്കല്ല്, നിങ്ങൾ പരാതി പറയല്ല്. ഇത് പറയുമ്പോഴും മോശയുടെ ചങ്കിൽ തീയാണ്. സത്യത്തിൽ മോശയുടെ ചങ്കിൽ തീയുണ്ട്. പക്ഷേ മോശ തനിക്ക് ആശ്വാസം കിട്ടിയിട്ട് ജനത്തെ ആശ്വസിപ്പിക്കാം അല്ല, തൻ്റെ കണ്ണുനീരൊക്കെ തോർന്നിട്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാം അല്ല. ഒരു കൈ കൊണ്ട് സ്വന്തം കണ്ണുനീര് തുടയ്ക്കുമ്പം മറ്റേ കൈ കൊണ്ട് മറ്റവരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന മോശയെ നമ്മൾ കാണുകയാണ്. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട്, എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ട് കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങാമെന്നോർത്താൽ നടക്കില്ല കേട്ടോ. മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് വീടൊക്കെ പണിത് കൊടുത്ത് റിട്ടയർഡ് ആയിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാമെന്ന് ഓർത്താൽ നടക്കില്ല കേട്ടോ. നാളെ നമുക്ക് ഉറപ്പില്ല. ഇന്നലെ കഴിഞ്ഞു പോയി, ആകെയുള്ളത് ഇന്നേ ഉള്ളൂ. ഇന്ന് ഈ സമയം കർത്താവിന് വേണ്ടി ഇറങ്ങണം, കർത്താവിന് വേണ്ടി സമയം കൊടുക്കണം, കർത്താവിൻ്റെ ഒപ്പം നീ ഇറങ്ങണം. മടി പിടിക്കല്ല്, പുറകോട്ട് പോകല്ല്. നാളെ നമുക്കുണ്ടോയെന്ന് ഒരു ഉറപ്പുമില്ല. എല്ലാം കഴിയട്ടെ, കടബാധ്യത തീരട്ടെ, എന്നിട്ട് ദശാംശം കൊടുക്കാം. മക്കളുടെ ആവശ്യങ്ങളൊക്കെ കഴിയട്ടെ, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാം. അല്ലാട്ടോ, നിൻ്റെ ഞെരുക്കത്തിൽ നിന്ന്, നിൻ്റെ ഇല്ലായ്മയിൽ നിന്ന്, നിൻ്റെ കഷ്ടപ്പാടിൽ നിന്ന്, നിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് തന്നെ നീ കൊടുക്കണം. ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നിൻ്റെ മനസ്സ് ഇപ്പോൾ എന്താണോ പറയുക, ഈശോയെ ഞാൻ പൂർണ്ണമായും നിനക്ക് വേണ്ടി തരാമെന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പറഞ്ഞുകൊള്ളുക. കർത്താവ് ഈ സമയം തന്നെ നിൻ്റെ നെറ്റിത്തടത്തിൽ മുദ്ര വെച്ച് നിന്നെ സ്വന്തമാക്കിയെടുക്കും. അവസരങ്ങൾ കർത്താവ് തരും. അവസരങ്ങൾ ശുശ്രൂഷകൻ ഉണ്ടാക്കിയെടുക്കുകയല്ല, മറിച്ച് കർത്താവ് തരുന്ന അവസരങ്ങൾ സ്വീകരിക്കുന്നവരാണ് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ പ്രാപ്തരായിട്ട് മാറുക. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ അവർ പ്രാപ്തരായിട്ട് മാറും. അവരുടെ കൊച്ചു കൊച്ചു ജീവിതാനുഭവങ്ങൾ അനേകർക്ക് വലിയ മാതൃകയായിട്ട് മാറും. അവരുടെ കൊച്ചു കൊച്ചു ജീവിത ശൈലികൾ അനേകർക്ക് വലിയ പ്രചോദനമായിട്ട് മാറും. ഞാൻ ഓർക്കാണ്, കുറച്ചുനാൾ മുമ്പ് ഒരു KSRTC ജീവനക്കാരൻ, ഒരു ബസ്സിലെ ഡ്രൈവർ അവിടെ ധ്യാനിക്കാൻ വന്നപ്പം അദ്ദേഹം പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഇദ്ദേഹം വളരെയധികം പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ബസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഈ പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. എത്ര കൊന്ത ചൊല്ലാൻ പറ്റും, നമ്പർ എടുക്കാനൊന്നും പറ്റുകയില്ല. ഇതിങ്ങനെ ചെറിയ സ്വരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ വണ്ടി ഓടിപ്പിക്കും. രാവും പകലൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ള സമയത്താണെങ്കിലും ഈ ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈ സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. 2 പേരും കണ്ടാൽ നല്ല സുന്ദരി കുട്ടികളാണ്, നല്ല മിടുക്കിമാരാ. പക്ഷേ 2 പേർക്കും ചെവി കേൾക്കത്തില്ല, 2 പേർക്കും സംസാരിക്കാൻ പറ്റുകയില്ല. കണ്ടാൽ ആർക്കും തോന്നുകയില്ല ഈ മക്കൾക്ക് ഇത്രയും പ്രശ്നമുണ്ടെന്ന്. അവർ ജന്മനാൽ സംസാരശേഷിയില്ല, കേൾവിശക്തിയില്ല. ഈ 2 മക്കളും പക്ഷെ പഠിക്കാൻ മിടുക്കരാണ്.
ഇവരൊരുമിച്ച് കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ ആക്ഷൻസൊക്കെ കാണിച്ചിട്ടാണ് ഈ മാതാപിതാക്കൾ ഈ മക്കളോട് സംസാരിക്കുക. ഈ സഹോദരൻ എന്നോട് പറഞ്ഞത്, ഈ 2 മക്കളെ എൻ്റെ മുത്തുകളാ സിസ്റ്ററെ, ഇവർ 2 പേരും എൻ്റെ വലിയ നിധിയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം എൻ്റെ മക്കൾ. മൂത്ത മകള് അവൾ ഇപ്പം 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അവൾ ഇപ്പോൾ നല്ലൊരു പഠനത്തിലേക്ക് അവൾ പ്രവേശിച്ചിരിക്കുകയാണ്. അവളുടെ ഡിഗ്രി പഠനമൊക്കെ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ IAS വേണ്ടിയിട്ട് അവൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കാൻ പറ്റുകയല്ല, സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ അവൾക്ക് കൊടുത്തിട്ടുള്ള കഴിവുകൾ കർത്താവിന് വേണ്ടി തന്നെ മഹത്വപ്പെടുത്താൻ കാരണമായി തീരുക. ഈ സഹോദരൻ പറയുക, എൻ്റെ മക്കളാണ് എൻ്റെ ശക്തി. എൻ്റെ മക്കൾ എന്നും പ്രാർത്ഥിക്കുന്നതും, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങുകയോ ക്ഷീണം വരികയോ ചെയ്താൽ അന്ന് തിരിച്ചു വരുമ്പോൾ അവർ ചോദിക്കും, അവരുടെ ആക്ഷൻസിൽ കൂടെ ചോദിക്കും, ഡാഡി ഇന്ന് വണ്ടിയിൽ ഉറങ്ങിപ്പോയില്ലേ, ഡാഡി ഇന്ന് ഉറക്കം വന്നൂല്ലേ, ഞങ്ങൾ അപ്പം തന്നെ കൊന്ത ചൊല്ലിയായിരുന്നു, ഈശോ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, വേദനകളിൽ പ്രതികൂലങ്ങളിൽ തളരല്ല്. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ, അതിലൂടെ ദൈവത്തിൻ്റെ സ്വരം കാണാൻ, അതിലൂടെ ദൈവം ഇറങ്ങി വരുന്നത് അനുഭവിക്കാൻ, അതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നുകരാൻ നമുക്ക് സാധിക്കട്ടെ. നല്ല ദൈവം നമ്മളെ അതിനൊക്കെ സഹായിക്കും. പൗലോസ്ലേഹ തൻ്റെ ലേഖനത്തിൽ, ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സംഭവിച്ചിട്ടുള്ളത് മുഴുവൻ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയണം. സ്ലീഹ നമുക്ക് വലിയൊരു മാതൃക കാണിച്ചു തരികയാണ്. സ്ലീഹ സഹിച്ചു, സ്ലീഹ ഒരുപാട് വേദനിച്ചു, ഒടുവിൽ രക്തസാക്ഷിയാകേണ്ടി വന്നു. എത്രയോ സഹോദരങ്ങൾ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായി ഇന്നും ജീവൻ കൊടുക്കുന്നു. എത്രയോ പേര് ജീവിതം മുഴുവൻ കൊടുക്കുന്നു. എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉച്ചിഷ്ടം പോലെ കരുതി കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു, കർത്താവിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പുരോഗതിക്കായി നമുക്ക് കാഴ്ചവെക്കാം. പ്രതികൂലങ്ങളിൽ പതറിപ്പോകല്ല്, പ്രതിസന്ധികളിൽ മനസ്സിടറിപ്പോകല്ല്. എന്ത് പ്രശ്നം വന്നാലും, എല്ലാവരും ഇട്ടിട്ട് പോയാലും, എല്ലാവരാലും ഒറ്റപ്പെട്ടാലും, നിൻ്റെ ഈശോ നിൻ്റെ വലത് കൈ പിടിക്കാൻ നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ഈശോ നിൻ്റെ അധ്വാനങ്ങളെ മാനിക്കാൻ, നിൻ്റെ പരിശ്രമങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ, നിൻ്റെ ശുശ്രൂഷകളിൽ അഭിഷേകം കൊണ്ട് പൊതിയാൻ, നീ ചെയ്യുന്ന ഓരോ കൊച്ചു പ്രവൃത്തിയെയും സ്വർഗത്തിൻ്റെ ചൈതന്യം കൊണ്ട് നിറയ്ക്കാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഒറ്റയ്ക്കാക്കില്ല കേട്ടോ. സുവിശേഷത്തിൻ്റെ പുരോഗതിക്കായി നിൻ്റെ ജീവിതം മുഴുവനും കാഴ്ചവെക്കാൻ പരിശ്രമിക്കാം. നമുക്കതിനുള്ള കൃപ നല്ല ദൈവം ഈ സമയം തരട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, എല്ലാ പരിശ്രമങ്ങളും എല്ലാ അധ്വാനങ്ങളും സുവിശേഷത്തിൻ്റെ പുരോഗതിക്കായി കാഴ്ചവെക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദന ഞങ്ങളുടേത് മാത്രം അങ്ങനെ പറഞ്ഞിരിക്കാതെ, എനിക്ക് എൻ്റെ കുടുംബം, എനിക്ക് എൻ്റെ വീട്, അങ്ങനെയുള്ള സ്വാർത്ഥ ചിന്തകളൊക്കെ വിട്ട് ലോകം മുഴുവനെയും നേടിയെടുക്കാൻ, ലോകം മുഴുവനെയും സുവിശേഷത്തിൻ്റെ പ്രകാശത്താൽ ജ്വലിപ്പിക്കാൻ നല്ല ഈശോയെ ഞങ്ങളെ സഹായിക്കണേ. അതിനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.